അയ്യോ കള്ളൻ കള്ളൻ അയ്യോ കള്ളൻ പിടിച്ചോടെ അവനെ പിടിച്ചോടെ കള്ളൻ പിടിച്ചോടെ അയ്യോ മൈ ഗോഡ്. അവൻ കുത്തിയതാണോ? കുഴപ്പമില്ല, മരിക്കാൻ മാത്രമുള്ള മുറിവില്ല. അങ്ങനല്ല, ഞാനൊരു ഡോക്ടറാണ്. മനസ്സിലായി. വേണ്ട ഡോക്ടർ, ഈ പണം എത്രയും വേഗം പിഷാരടി മാഷിന്റെ വീട്ടിൽ എത്തിച്ചാൽ മതിയായിരുന്നു. അയാളുടെ മകൻ ബോംബെയിൽ നിന്ന് അയച്ചതാ. ഒരാഴ്ചയായി മണി ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ച് എന്റെ പുറകെ നടക്കുമായിരുന്നു. ആ പണമാണ് ആ പെരുങ്കള്ളം തട്ടിപ്പറിക്കാൻ നോക്കിയത്. നാളെ അയാളുടെ മകളുടെ വിവാഹമാ. എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും. എനിക്ക് വയ്യ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ പണം അവിടെ എത്തിക്കുവോ? ആദ്യം നമുക്ക് ആശുപത്രി പോകാം. എന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരാള് പോരെ? അത് ശരിയാ, ഡോക്ടർ ഇയാൾ ആശുപത്രിയിൽ എത്തിക്കൂ. പണം ഞാൻ എത്തിക്കാം. മേൽവിലാസം ഞാൻ പറഞ്ഞുതരാം. KN പിഷാരടി, KN ഹൗസ്, തെക്കിലകത്ത് ലൈൻ, നോർത്ത് പള്ളിക്കൽ. ഓക്കെ. KN പിഷാരടി, KN ഹൗസ്, തെക്കിലകത്ത് ലൈൻ, നോർത്ത് പള്ളിക്കൽ. ടവലൊന്ന് വിരിച്ചേ. ഭദ്രമായിട്ട് സൂക്ഷിച്ചോണേ. ശരി. നിങ്ങളൊരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാണല്ലോ. പോകുന്ന വഴിക്ക് കള്ളം സംഘം ചേർന്ന് നിങ്ങളെ പരിശോധിച്ചാൽ എന്ത് ചെയ്യും? കാശ് മുഴുവൻ പോയില്ലേ? കാശ് ഇങ്ങോട്ട് നിങ്ങളുടെ കാശുണ്ടെങ്കിൽ അതും ഇങ്ങോട്ട് ഇങ്ങനെ പൊതിഞ്ഞ് ഇവിടെ വെക്കണം. ആരും കാണാൻ പോകുന്നില്ല, മനസ്സിലായില്ലോ? ഓക്കെ. ആ ഉണ്ടെന്നേ. അങ്ങനെ പോയിക്കോളൂ. എന്താ സാർ ചിരിക്കുന്നത്? എങ്ങനെ ചിരിക്കാതിരിക്കുള്ളൂ? നമ്മുടെ നാട്ടിലെ മണ്ടന്മാരുടെ എണ്ണം കൂടിയത് ഓർത്ത് ചിരിച്ചു പോയതാ. കണ്ടില്ലേ? എന്റെ പണം പോയല്ലോ. എന്റെ പണം പോയല്ലോ. എന്റെ പണം പോയല്ലോ. വണ്ടി തിരിച്ചു വിടാൻ. രാവിലെ ജലപാനം കഴിക്കാതെയായിരുന്നു ആൾമാറാട്ടം. വല്ലാത്ത ക്ഷീണം. നിനക്ക് ക്ഷീണമില്ലേ? ഒരു കത്തി ഊരടാ. അയ്യ, ആ ഗോതമ്പോ അങ്ങെടുത്തേടാ. ഇനി ആ പൊതി കഴിച്ച് അവന്റെ രൂപ എത്ര ഉണ്ടോ നോക്ക്. നമ്മുടെ 5 ഒരു ചവിട്ട് മുഖത്ത് കനത്തൊരിടി. മുൻവശത്തെ പല ഇളകിപ്പോയി. പുറവശത്തുള്ളതുകൊണ്ട് ജീവിച്ചോ. എന്തായാലും നമ്മുടെ പ്ലാൻ വിജയിച്ചല്ലോ പ്രേമ. ആദ്യം 200 തന്നിട്ടുണ്ട്, 200. ഓക്കെ. പോക്കോ മിസ്റ്റർ പ്രേംകുമാർ, ഇനി നമ്മുടെ പരിപ്പ് ഈ നാട്ടി വേവും തോന്നുന്നില്ല. തിരിച്ചറിയുന്ന പലരെയും പലയിടത്തും വെച്ച് കണ്ടുമുട്ടേണ്ടി വരും. ഒരു മാസമല്ലേ ടൗണിൽ കളി തുടങ്ങിയിട്ട്. ഇനി റിസ്കാ. ഞങ്ങൾ ഉടനെ സ്ഥലം വിടുവേ. അയ്യോ, അപ്പൊ ഞാന് തനിക്കിവിടെ ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലേ? ഞങ്ങൾ സ്വതന്ത്രന്മാരാ. ഞങ്ങൾ നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഇങ്ങനെ അങ്ങ് പറക്കും. ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. ചെയ്ത സഹായങ്ങൾക്ക് നന്ദി. ഭൂമി വരേണ്ടതാണല്ലോ. നമുക്കിനി എവിടെയെങ്കിലും വെച്ച് കാണാം. ഗുഡ് ബൈ. പോ. അയ്യോ, അവന്മാരെന്നെ പറ്റിച്ച്. ഓടിവായോ നാട്ടുകാരെ, ഓടിവായോ. അവന്മാരെന്നെ പണം പറ്റിച്ചു. എന്റെ പണം പറ്റിച്ചു കളഞ്ഞേ. എനിക്ക് ആരാന്നറിയില്ല. എനിക്ക് അറിയില്ല ആരാന്നുള്ള. അവന്മാര് പറ്റിച്ചല്ലേ, എന്നെ പറ്റിച്ച അവന്മാര്. എന്താ ബഹളം? നിന്നെ തപ്പി തരടാ ഞാൻ നടന്നേ. സാർ, എനിക്കൊന്നും അറിയില്ല. നിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി കാലം കുറയായി. കോളേജ് പിള്ളേർക്ക് കഞ്ചാവ് വിട്ട് ചന്ത ചാരായ കച്ചവടം നടത്തി കട്ട് മോട്ടിച്ച് നടക്കുന്ന നിന്റെ വേല തെളിഞ്ഞ് ഞാൻ നടത്തൂല. നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതട്ടാ നിന്നെ. അവന്മാരാണ് എന്റെ പണം തട്ടിയത്. പാച്ചില് പറയുമോ?
റാസ്കൽ, കൊല്ലു നിന്നെ. സാർ, പിടികിട്ടാ പുള്ളി ഒരാളെ കിട്ടി സാർ. അല്പം ബുദ്ധി ഉപയോഗിക്കേണ്ടി വന്നു. ഇനി എന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ പോകുന്നത് ഈ പാച്ചനും പരമനും വേണ്ടിയാണ് സാർ. അവർ ഈ നഗരത്തിലുണ്ട്. തന്നോട് ആര് പറഞ്ഞു? ആരും പറയണ്ട സാർ. കമ്പ്യൂട്ടർ ഘടിപ്പിച്ച റഡാറാണ് ഈ ബുദ്ധിയിൽ. സാർ, സർക്കിൾ ഇൻസ്പെക്ടർ കാണാൻ വന്നിട്ടുണ്ട് സാർ. സർക്കിൾ ഇൻസ്പെക്ടറോ? എന്തിനാണാവോ? വരാൻ പറയൂ. ഗുഡ് മോർണിംഗ് മാനേജർ. ഗുഡ് മോർണിംഗ്. Glad to meet you. പ്ലീസ് ബി സീറ്റഡ്. സർക്കിൾ എന്ന് കേട്ടപ്പോ തോമസ് കോശ് സാറാണെന്ന് വിചാരിച്ചു. ഓ, അറിഞ്ഞില്ലല്ലേ? അദ്ദേഹത്തിന് മെനിഞ്ഞാന്ന് സ്ഥലമാറ്റമായി. ഓഹോ. ഞാൻ ഇന്നലെ ചാർജ് എടുത്തു. ഇന്നലെ തന്നെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരെ എല്ലാം നേരിട്ട് എന്ന് പരിചയപ്പെടാൻ തുടങ്ങി. എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ എല്ലാരും സ്റ്റേഷനിൽ എത്തിക്കൊള്ളൂന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ജനകീയ ലൈനാണ് എന്റേത്. അബ്ദുള്ള മലയുടെ അടുത്തേക്ക് വരണ്ട, മല അബ്ദുള്ളയെ തേടി ചെല്ലും. എന്റെ പേര് എ അച്യുതൻ പിള്ളൈ. പോലീസ് വൃത്തങ്ങളിൽ വെറും എ എന്നറിയപ്പെടും. പേരെവിടെയോ കേട്ടതുപോലെ തോന്നുന്നു. തോന്നും. നമ്മുടെ MLA തീവണ്ടി വെച്ച് വെടിവെച്ചില്ലേ? ഒരു മൽപ്പിടുത്തത്തിലൂടെ പ്രതികളെ ഞാനാ കീഴടക്കിയത്. അത് ആന്ധ്ര പോലീസ് ആയിരുന്നില്ലേ? അതെ, ഞാനിന്ന് ആന്ധ്ര പോലീസിലായിരുന്നു. ഞാനും കോൺസ്റ്റബിൾ വിട്ടലാചാര്യയും ചേർന്ന് അയാളെ അല്ല, ഞാൻ വന്നത് ഒരു ചെറിയ കാര്യത്തിനാ. എന്റെ ഒരു ആത്മസുഹൃത്തിന് ഇവിടെ ഒരു അക്കൗണ്ട് കൊടുക്കണം. കൊള്ളാവുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലല്ലേ നിങ്ങൾ അക്കൗണ്ട് കൊടുക്കൂ. പോരാത്തതിന് ഇപ്പൊ ആളിന്റെ ഫോട്ടോയും വേണം. അതെ, കൊണ്ടുവന്നിട്ടുണ്ട്. തങ്ങളെ അതെ, ഇനി ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കരുത്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ഉണ്ടല്ലോ? ഉണ്ട്. തൽക്കാലം ഐശ്വര്യമായിട്ട് 501 രൂപയുടെ അക്കൗണ്ട് മതി. ചെക്ക് ബുക്ക് വേണം. നാളെ തന്നെ 5 ലക്ഷം രൂപ കൊണ്ടുവന്നിടും. വേണ്ട, വെച്ചോളൂ. ഞാൻ ആളിനെ വിളിക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പല പോസിലുള്ള ഫോട്ടോസ് എത്തിക്കാം സാർ. ബാലകൃഷ്ണനോട് പറ, ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് തുടങ്ങണം. ശരി സാർ. കൂടെ ചെന്നാ മതി സാർ. താങ്ക് യു വെരി മച്ച് സാർ. എന്തെങ്കിലും ആവശ്യമുണ്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ മതി. നല്ല ശത്രുക്കളെ ലോക്കപ്പിലിട്ട് ഇടിക്കണമെങ്കിൽ സാറിനോടൊരു വാക്ക് പറഞ്ഞാൽ മതി. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫൂൾ. സമയമായി. മുഹൂർത്തമായി. നിങ്ങളുടെയൊക്കെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിൽക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വലിയ മനുഷ്യനാണ്. ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. ജനസേവനം. ഏതു നേരത്തും ഈ ഒരു ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. താൻ സർക്കിളായിരിക്കുന്ന സ്ഥലത്തെ ജനങ്ങൾ സാമ്പത്തിക ഞെരുക്ക് അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടവർ. പണ്ടം പണയത്തിന്മേൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നോ നാടൻ ബാങ്കിൽ നിന്നോ നിങ്ങൾക്ക് പണം കിട്ടും. പക്ഷെ ചുരുങ്ങിയത് വർഷം 15% അവരുടെ പലിശ. പക്ഷെ നിങ്ങൾ ഞെട്ടരുത്, ഇവിടെ കേവലം 5% മാത്രമാണ് പലിശ. പോലീസും സ്വർണ്ണപ്പണയവും തമ്മിൽ എന്ത് ബന്ധം എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. ന്യായമായ സംശയമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് പോലീസിന്റെ ജോലി? ക്രമസമാധാന പാലനം. എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് ക്രമസമാധാനം തകരുന്നു? അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ വലയുന്ന ഒരു ജനത എങ്ങനെ സമാധാനം പാലിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പട്ടിണി കൊണ്ട് വലയുന്നവനെ ലാത്തി വീശി അടിച്ചിട്ട് കാര്യമില്ല. അവന് പണം വേണം, അത് കൊടുക്കണം. കൊടുത്താൽ ക്രമസമാധാനം താനേ വരും. ബുദ്ധിയുള്ള പോലീസർ അത് മനസ്സിലാക്കണം. ഞാനത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ എന്റെ ആത്മമിത്രമായ മോയൻകുട്ടി തങ്ങളെ ഞാൻ ഇവിടെ വരുത്തിയത്. ഒന്നു മാത്രമേ തങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. അമിത പലിശ വാങ്ങി എന്റെ ജനങ്ങളെ പിഴിയരുത്. എന്നാൽ ഇപ്പോഴിതാ ഈ തങ്ങൾ എന്നെ ഞെട്ടിച്ചിരിക്കുന്നു. വെറും 5% അത്രേ പലിശ. നിങ്ങൾ വലിയവനാണ് തങ്ങൾ. യു ആർ ഗ്രേറ്റ്. ഞങ്ങളുടെ ഏജന്റുമാർ വിവരം അറിയിച്ചു, നിങ്ങൾ വന്നു.
ഞാനിവിടെ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉദ്ഘാടന ദിവസം തന്നെ സ്വർണം പണയം വെക്കുന്നവരിൽ നിന്ന് 5%, വെറും 4% മാത്രമേ ഞങ്ങൾ പലിശ വാങ്ങൂ. എന്നാ തുടങ്ങാം. എങ്കിൽ ആരംഭിക്കാം. വരൂ. ക്യൂ പ്ലീസ് ക്യൂ. 3 പവൻ. ഓഹോ 3 പവൻ. അല്ല ചെക്കോ? തങ്ങൾ പണം കൊണ്ട് നടക്കാറില്ല. 50 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. ചെക്കുമായി എല്ലാവരും അങ്ങോട്ട് ചെന്നാ മതി. CI ആണ് പറയുന്നത്. വയ്ക്കോളൂ. സ്വർണം പണയം വെച്ചിട്ട് വല്ലവരും ചെക്ക് വാങ്ങി പോരോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ ഉറപ്പിന്റെ പുറത്താണ് ഞങ്ങൾ ചെക്ക് വാങ്ങിയത്. ഏത് സർക്കിൾ ഇൻസ്പെക്ടർ? ഇവിടുത്തെ അക്കൗണ്ടിൽ പണമില്ലല്ലോ. ഇത് ചതിയാണ്. സോറി. ഇന്നലെ 501 രൂപയിലെ അക്കൗണ്ട് തുടങ്ങിയല്ലോ. CIയുടെ കൂടെ വന്ന് ഒരുത്താൻ 10-20 ചെക്ക് കൊടുത്തു വിട്ടിരിക്കുക. ആളുകൾ ബഹളം വെക്കുന്നു സാർ. അതെന്ത് പരിപാടിയാ? CA ഒന്ന് വിളിച്ചു നോക്കാം. ഏയ്, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. CI സാർ 1 മാസമായി ലീവിലാണ്. നിങ്ങളെ ആരോ പറ്റിച്ചതാണല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യൂ, ഒരു പരാതി എഴുതി തരൂ. ഞങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കാം. ഓക്കെ? സ്ത്രീകളുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ? അവിടെ ഇരിക്കേ. ഒരാളെ നോക്കാൻ വേണ്ടിയാ? അത് പിന്നെ നോക്കാം. അത്യാവശ്യമാ. മൂടിപ്പൊതിച്ച് വന്ന് കേറിക്കോളും. കണ്ണും കാണില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. അവിടെ ഇരിക്കേ. ടിക്കറ്റ്സ്. ആരാ ടിക്കറ്റ് എടുക്കാത്തെ? ടിക്കറ്റ്സ്. ഇത് എന്തൊരു ശല്യമാ. അവിടെ ഇരിക്കും. അമൃതത്തി. ആരാ ടിക്കറ്റ്? അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. എന്റെ പേഴ്സ് ആരും പോക്കറ്റ് അടിച്ചു. അയ്യോ, പേഴ്സ് കാണുന്നില്ല. ആരുടെ പേഴ്സ് പോയത്? എന്റെ പേഴ്സ് കാണുന്നില്ല. ബസ്സിൽ നിന്നാണ് പേഴ്സ് പോയതെങ്കിൽ ബസ്സിലുള്ള എല്ലാവരെയും പരിശോധിക്കണം. ടിക്കറ്റിനുള്ള കാശെടുത്ത് പേഴ്സ് പോക്കറ്റിലിട്ടതാ. ഓഹോ, വല്ലവരും അബദ്ധവശാൽ ഇയാളുടെ പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ദയവ് വിചാരിച്ച് തിരിച്ചു കൊടുക്കണം. എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാതെ പ്രശ്നം ഒതുക്കാം. എല്ലാരെയും പരിശോധിക്കുന്നത് നല്ലത്. ആരും ഇറങ്ങരുത്. പെണ്ണുങ്ങളെയും പരിശോധിക്കും. അവിടെ നിൽക്കേ. അവളാണ്. അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വന്നിട്ടില്ല. അവിടെ എന്താണത്? സാർ, പർദ്ദയിട്ട് വേഷം മാറി പോക്കറ്റ് അടിക്കാൻ നടക്കുന്നവനാ. ബസ്സിൽ നിന്ന് പേഴ്സ് അടിച്ചിട്ട് വിഴുങ്ങി കളഞ്ഞു സാർ. എന്ത്? പേഴ്സ് വിഴുങ്ങേ? അതെ സാർ, ഇവൻ സാധാരണ കള്ളനല്ല, തിരിമുറിഞ്ഞ കള്ളനാ.
ഇവൻ എന്തെല്ലാം വിഴുങ്ങിട്ടുണ്ടെന്ന് ആർക്കറിയാം? ഞാനാ ഓ, ഓ. നിങ്ങൾ എല്ലാരും കൂടി ഇയാളെ നന്നായി കൈകാര്യം ചെയ്തു അല്ലേ? അതെ സാർ, എല്ലാവരും ചേർന്നുള്ള ധർമ്മടിയല്ലേ, അതിൽ പിശുക്ക് കാണിക്കാൻ പറ്റുമോ? അല്പം കൂടിപ്പോയി. നന്നായി. ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത് നിങ്ങൾ ചെയ്തു. ഇയാൾ ഇവിടുത്തെ കോൺസ്റ്റബിളാ, കോൺസ്റ്റബിൾ വാസുദേവൻ. സാർ, എന്തോ പേഴ്സ് അടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും. വാസുദേവൻ വിഡ്ഢിയാണെങ്കിലും കള്ളനല്ല. പോലീസ് എന്തിനാ സാർ പറഞ്ഞിട്ട് നടക്കുന്നത്? വാസുദേവൻ തുക്കട സിനിമകൾ ധാരാളം കാണും. അതിലൊക്കെയുള്ള സിഐഡികളെ പോലെ വേഷം മാറി കള്ളനെ പിടിക്കാൻ നടക്കുന്നത് വാസുദേവന് വലിയ ഹരമുള്ള കാര്യമാണ്. ഏതായാലും നിങ്ങൾ പോയിക്കോളൂ. ആരുടെയാ പേഴ്സ് പോയത്? എന്റെയാണ് സാർ. അന്വേഷിക്കാം. വൈകുന്നേരം ഒന്ന് ഇവിടം വരെ വന്നോളൂ. ശരി സാർ. ശരി സാർ. സോറി സാർ. ആശുപത്രിയിലോ മറ്റോ പോണോ വാസുദേവ? വേണ്ട സാർ, ആശുപത്രിയിലായ ഭാര്യയും മക്കളും ഒക്കെ അറിയും. കുടിക്കാൻ വല്ലത് കിട്ടിയാ കൊള്ളായിരുന്നു. നാരായണ സാർ, നമ്മുടെ സിഐഡിക്ക് കടുപ്പത്തിലൊരു ചായ വാങ്ങിക്കൊടു. ശരി സാർ. വേദനയുണ്ടോ വാസുദേവ? 10-20 പേര് ഫുട്ബോൾ പോലെ എടുത്തിട്ട് ചവിട്ടിയ സാറിനാണെങ്കിൽ വേദന ഉണ്ടാവില്ലേ? സമാധാനപ്പെട്. നമ്മൾ എത്രയോ നിരപരാധികളെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കുന്നു. അടിയുടെ വേദന പോലീസുകാരും മനസ്സിലാക്കുന്നത് നല്ലതാ. അടി കിട്ടിയ സാറിനല്ലല്ലോ. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കുന്നില്ലല്ലോ. അത് ശരിയാ, സാറിന് ഉത്തരവിട്ടാ മതി. 24 മണിക്കൂറിനകം കള്ളനെ പിടി, കൊലയാളിപ്പിടി എന്നൊക്കെ എവിടെ നിന്നിട്ട് പിടിക്കാൻ. അഥവാ പിടിച്ചാലോ ക്രെഡിറ്റ് ഉള്ളൂ സാറിന്. താൻ ഇതുവരെ എത്ര കള്ളന്മാരെ പിടിച്ചു? സാർ, ഞാൻ എന്നവനെ പിടിക്കുമായിരുന്നു. അതിനിടയില ഏടാ കൂടെ ഉണ്ടായത്. വാസുദേവ, ഇത് സിനിമയല്ല. സാർ എന്നെ വിട്ടിന്നും കൂഷ്പാട്ടം ഒക്കെ വിളിച്ചു. പക്ഷെ ഞാൻ ഈ പറഞ്ഞിട്ടത് ശരിക്കും ബുദ്ധിപൂർവ്വം തന്നെയാ. നാട്ടുകാരുടെ സ്വർണം പറ്റിച്ചടക്കുന്ന ഈ തങ്ങളെ കണ്ടുപിടിക്കണമെന്ന് സാറല്ലേ എന്നോട് പറഞ്ഞത്. തങ്ങളാകുമ്പോ ചിലപ്പോ വല്ല മുസ്ലിം പള്ളിയിലോ ചിലപ്പോ വല്ല മുസ്ലിം വീട്ടിലോ ഒളിച്ചിരുന്നത് വരും. ഈ സദാവേഷത്തിൽ അവിടെ കയറി ചെല്ലാറുക്കോ? സാർ എന്നെ വെറും മണ്ടനാക്കരുത്. സിനിമ കണ്ടിട്ടാണത്രേ സിനിമ. ഈ കാലത്ത് ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയുമില്ല സാർ. വാസുദേവ, താൻ നന്നാകാനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. നന്ദിയില്ലാത്ത ഡിപ്പാർട്ട്മെന്റ്. ആരെന്ത് പറഞ്ഞാലും ശരി, വേഷന്മാരാണ് ഞാൻ കള്ളനെ പിടിക്കില്ല. എങ്കിൽ പോയി പിടിക്കണോ കള്ളനെ? ബന്ധുക്കൂസേ, ഇവനെയൊക്കെ എന്റെ സ്റ്റേഷനിൽ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുക്കണേ കർത്താവേ. നാട്ടുകാരെ ബാക്കി ഞാൻ തരും. കൊടുക്കണ്ട, ആ. ജലപാനം കൊടുക്കണ്ട. സാർ, കൊണ്ടുപോണോ? പരിചയമില്ലാത്തവർക്ക് ഇക്കാലത്ത് ആരും വീട് വാടക കൊടുക്കൂല. എന്ന് വെച്ച് ഏതെങ്കിലും ലോഡ്ജിൽ ചെന്ന് മുറിയെടുത്ത് പോലീസിന്റെ വലയിൽ ചാടണോ? നമ്മുടെ പോലീസാണെന്ന് ഓർമ്മ വേണം. 1-2 ദിവസം വെടികൊണ്ട പന്നിയെ പോലെ ടൗണിലൊക്കെ ഒന്ന് പരക്കം പായും, പിന്നെ സംഗതി വിടും. ആ നേരത്ത് നമുക്ക് എവിടെയെങ്കിലും താമസിക്കാം. എനിക്ക് ചെറിയൊരു കുറ്റബോധം ഇല്ലാതില്ല. കുറ്റബോധോ? എന്തിന്? നമ്മൾ ഇതുവരെ വലിയ താപ്പാനകളെ മാത്രമേ ചതിച്ചിട്ടുള്ളൂ. ഇപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ ജീവിക്കാൻ ഒക്കുകയല്ല. പാവപ്പെട്ടവരുടെയും ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ട്. ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്നത്. വിവരശൂന്യന്മാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അല്ല പിന്നെ എടാ, പണ്ട് ഒത്തിരി വിധികൾ അമിത പലിശ മോഹിച്ചു പണം കൊണ്ടൊന്ന് ബ്ലേഡ് കമ്പനിയിലിട്ടു. അവസാനം ബ്ലേഡ് പൊട്ടി പണം പോയി. ഇപ്പൊ അതേ ബ്ലേഡ് കമ്പനിക്കാർ പുതിയ വശത്തിൽ ഇറങ്ങിയിരിക്കും. എന്തോന്നാ? തേക്ക്. 20 വർഷം കൊണ്ട് 500 ഇരട്ടി ആദായം. തേക്കിനെ പൊട്ടിക്കാൻ വേറെ കള്ളന്മാര് മാഞ്ചുമായിട്ട് ഇറങ്ങി. പിന്നെ ആട്, കോഴി, എലി എന്ന് വേണ്ട എന്തിലും യൗമാരിറങ്ങും, പറ്റുകയും ചെയ്യും. പണം ഉണ്ടാക്കാനല്ല പ്രയാസം, സൂക്ഷിക്കാനാണ് പ്രയാസം. പാട് മാഞ്ചിയും തേക്കിനേക്കാൾ ഭേദം നമ്മൾ തന്നെ അല്ലേ? പിന്നെ സംശയം എന്ത്? നോക്കുന്നല്ലോ, മുൻപരിചയമുള്ള ആളാണോ ഇവൻ? എക്സ്ക്യൂസ് മീ, ഫിലിം പ്രൊഡ്യൂസർ കപ്പക്കുഴിയിൽ അപ്പാച്ചിയുടെ വീട് ഏതാ? എന്തു കുഴി? കപ്പക്കുഴി അപ്പാച്ചി. നമ്മുടെ മുരുക്കുമ്പുഴ മുരുകേശനെ വെച്ച് ഒരു പടം എടുത്തില്ലേ? മാറി നെല്ല് വല്യമ്മേ മതിലിടിയും. എന്തോന്ന്? കേട്ടിട്ടില്ലേ? മാറി നെല്ല് വല്യമ്മേ മതിലിടിഞ്ഞു വീഴും. ഉഗ്രം ഫാമിലി സബ്ജക്ട്. സൂപ്പർ ഹിറ്റ് അല്ലേ? അപ്പാച്ചി സാർ അത് കഴിഞ്ഞൊരു പടം എടുത്തു, 7 അടി മൂർഖൻ. അതും ഹിറ്റാ. രണ്ടും ഹിറ്റായ പിന്നെ മദ്രാസിൽ തന്നെ സ്ഥിരതാമസമാക്കി. ഇന്ന് ഇവിടെ വരുമെന്നൊരു ശ്രുതി കേട്ടു. ഇവിടെ എവിടെയോ ആണ് താമസം. വീടറിയോ? നമ്മളാരാ? ഞാനൊരു സിനിമാ നടനാ. ഏത് പടത്തിൽ അഭിനയിച്ചു? അഭിനയിക്കും. തുടങ്ങിയിട്ടില്ല. പേരിടാത്ത പല പടങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു വെച്ചു? ഞാൻ പറഞ്ഞു വെച്ചു. നമ്മുടെ മറ്റേ സംഭവത്തിന് ഇയാളെ പറ്റുമോ? ഏത് സംഭവത്തിന്? കഥ തുടങ്ങുമ്പോ മോഹൻലാലും ശോഭനയും പ്രണയത്തിൽ. ശോഭനയുടെ ആദ്യ കാമുകനുണ്ടല്ലോ ഇന്റർവെല്ലിന് ശേഷം വരുന്നത്, അതിന് ഇയാള് പറ്റുമോന്ന്. ഹൈറ്റ് ഇല്ല, പിന്നെ കുടവയറും ഉണ്ട്. അത് ശരിയാണ്, പക്ഷെ ഫേസ് കൊള്ളാം, നല്ല ഗ്ലാമറാ. സാറന്മാരെ എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ വഴി കണ്ടവനെ കൊണ്ട് ചെയ്യിക്കേണ്ട വേഷമല്ലത്. ഡാൻസും പാട്ടും സ്റ്റണ്ടും ഒക്കെ ഉള്ളതാ. അപ്പൊ നമുക്ക് പ്രഭുദേവയെ കണ്ടു ചോദിക്കാം. ബാ, റഹ്മാൻ ഇപ്പൊ ഇവിടെ? സാർ 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 ഞാൻ ഡാൻസ് ചെയ്യാൻ സാർ സ്റ്റണ്ട് ഒരു പ്രശ്നമേ അല്ല സാർ.
ഞങ്ങൾ തന്നെ പിന്നീട് അറിയിച്ചോളാം. സാർ വേണം ഞാൻ കാല് പിടിക്കാം സാർ. നടക്കുമ്പോ കാല് പിടിച്ച് ഞങ്ങൾ മറിഞ്ഞു വീഴില്ലടോ. അല്ല, ഒരു സെക്കൻഡ് ഒന്ന് നിന്ന് കിട്ടിയാൽ. വേണ്ട വേണ്ട, കാക്കപിടുത്തവും കാലുപിടുത്തവും ഒന്നും വേണ്ട. അഭിനയിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ അഭിനയം എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പോസ്റ്റൽ ട്യൂഷൻ വഴി അഭിനയം പഠിച്ചതാണ് സാർ. ആണോ? എങ്കിൽ അപേക്ഷ ഇയാള് തന്നെ ചെയ്യട്ടെ. ഓക്കെ, ഒന്ന് പിടിച്ചേ. അതാ. നന്നായി വരട്ടെ. താങ്ക് യു. എന്റെ ദൈവങ്ങളാ സാറന്മാര്. ഞാൻ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ സാറന്മാരുടെ മുമ്പിൽ ഞാൻ ജാട കാണിക്കില്ല. ജാട കാണിച്ചാൽ തന്റെ നെഗറ്റീവ് ഞങ്ങൾ ചുരുട്ടിക്കളയും. അങ്ങനെ ചുരുട്ടിയാൽ മുഖം ഇങ്ങനെ ഇരിക്കും. അയ്യോ, മതി. സാറന്മാരുടെ പേരറിഞ്ഞാ കൊള്ളാമായിരുന്നു. ഹിന്ദി പടങ്ങൾ കാണാറുണ്ടോ? അത്യാവശ്യം. ദോ ചോറോം കി കഹാനി കണ്ടോ? ഇല്ല. അത് ഞങ്ങൾ പിടിച്ചതാ. ഞാൻ AKCP, ഇത് BK ചോപ്ര. ഞാൻ ഡയറക്ടർ. ഞാൻ പ്രൊഡ്യൂസർ. അയ്യോ, അപ്പൊ ഇത്രയും ഫ്ലുവന്റ് ആയിട്ട് മലയാളം എങ്ങനെ? ഞങ്ങൾ യഥാർത്ഥത്തിൽ മലയാളികളാ. ഹിന്ദിക്കാര് പാര വയ്ക്കാതിരിക്കാൻ വേണ്ടി ചുമ്മാ സിപ്പി എന്നും ചോപ്ര എന്നൊക്കെ പേര് മാറ്റിയത്. ഇത് സാറന്മാരുടെ ആദ്യ മലയാള പടമാണോ? അതെ, ചിലപ്പോ അവസാനത്തേതും. അതെന്താ സാർ? താനൊക്കെ എല്ലായിടും അഭിനയിക്കുന്നത്. എന്താവും ഗതി എന്ന് ആർക്കറിയാം. നന്നാവും സാർ. ലാലേട്ടന്റെ ഡേറ്റ് കിട്ടിയോ? ബാലേട്ടൻ. ഗോപിയേട്ടനാ? അല്ല, ലാലേട്ടൻ, മോഹൻ ലാലേട്ടൻ. സാർ, ലാലേട്ടൻ ഇപ്പൊ എന്ത് റേറ്റാ വാങ്ങുന്നത്? 10 ലക്ഷോ 15 ലക്ഷോ? ബ്ലഡി ഫൂൾ. മോഹന്റെ റേറ്റ് അറിഞ്ഞിട്ട് തനിക്ക് എന്താ കാര്യം? തനിക്ക് തന്റെ കാര്യം നോക്കിയാ പോരോടെ. സോറി, ക്ഷമിക്കണം സാർ. ഇനി ഇതുപോലുള്ള വിഡ്ഢി ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇല്ല സാർ. ഇനി കാര്യത്തിലേക്ക് വരാം. പോഷ് ഹോട്ടൽ ലൈഫ് ഞങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ലൊക്കേഷൻ നോക്കി തീരും വരെ വളരെ ലളിതമായ ഒരു താമസ സൗകര്യം സംഘടിപ്പിച്ചു തരാൻ തനിക്ക് പറ്റുമോ? സാറന്മാര് ദേഷ്യപ്പെടരുത്. ഇല്ല. വിരോധം ഇല്ലെങ്കിൽ സൗകര്യമൊക്കെ വളരെ കുറവാ. ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ അവിടെ AC ഒന്നുമില്ല. മതി മതി.